ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവങ്കേലിയോന്റെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇവിടെ നാം കാണുന്ന ഒന്നാമത്തെ ചിന്ത, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. കൂടെ നടക്കുകയും അപ്പം തിന്നുകയും ചെയ്ത തൻ്റെ വിശ്വാസ സമൂഹം അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടത്രേ എന്ന് കർത്താവിടെ പറയുന്നു. എന്നാൽ കർത്താവോട് വളരെ വ്യക്തമായി അവരോട് പറയുന്ന ഒരു സന്ദേശം, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. പ്രിയരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അന്വേഷിക്കേണ്ടത് നശിച്ചു പോകാത്ത അപ്പത്തിനു വേണ്ടിയാണ്. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. പിതാവായ ദൈവത്തിലുള്ള മുദ്ര സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം കാണുന്നു. അയച്ചവനിൽ വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശയോടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടതിന് ദൈവത്തിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി നമ്മളിവിടെ കാണുന്നത് അടയാളം അന്വേഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മുടെ പിതാക്കന്മാർ വാഗ്ദത്തദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ വിശന്ന് അഴലുമ്പോൾ അവരുടെ യാചനയ്ക്കുത്തരമായി അവർക്ക് മന്ന കൊടുത്ത ഒരു ദൈവമുണ്ട്. എന്നാൽ അവരുടെ ചിന്തയിൽ മോശ അവർക്ക് അപ്പം കൊടുത്തു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ അതിനപ്പുറത്ത് സ്വർഗീയ മന്നൻ്റെ അപ്പം അവർ വായിലിരിക്കെ ദൈവത്തോട് മറുതലിച്ചതായ ഒരു പാരമ്പര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട അപ്പത്തെ സ്വീകരിക്കുകയും അത് ജീവനത്തിൻ്റെ വലിയ പദ്ധതിക്കായി ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായി നമ്മളിവിടെ കാണുന്നത്, സ്വർഗത്തിനുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ എന്ന് പറയുന്നു. ലഭ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൽ നിന്നാണെന്നുള്ള വ്യക്തമായ ബോധ്യം വിശ്വാസ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആറാമതായി നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. സ്വർഗീയ പദ്ധതി പ്രകാരം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതായ മഹത്തായ അനുഭവമാണ് ഈ വലിയ സ്വർഗീയ അപ്പത്തിൻ്റെ അനുഭവം എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അവസാനമായി, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതുകൊണ്ടാണ് കുർബാനകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. അതുകൊണ്ടാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട കവാടമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. ആ വിശ്വാസ ജീവിതമാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നാം അനുഭവിക്കുന്നതായ വിശുദ്ധ കുർബാനയിൽ നിത്യജീവൻ്റെ പടിയിലൂടെ പ്രവേശിച്ചാണ് നാം ഉന്നതത്തിലേക്ക് പ്രവേശിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രിയരെ, അതുകൊണ്ടാണ് അവർ ഖബറിൽ പാതാളം പോകിടാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത്. നമ്മുടെ കുക്കിലിയോൻ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിത്യജീവൻ്റെ വലിയ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ മഹത്വ പ്രയാണമായി തീരുവാൻ ഈ ദിവസത്തെ നമ്മുടെ ഏവങ്കേലിയോൻ ചിന്തകൾ നമ്മെ എന്നും ശക്തരാക്കുമാറാകട്ടെ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.